അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്വീറ്റ്സിൻ്റെ ഒരു പോള, ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും കാഷ്യൂം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലത്ര ചേർക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗീ വേണം, അതുപോലെ കസ്റ്റാർഡ് പൗഡറും പിന്നെ 5 മുട്ടയും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, കാഷ്യൂം ബദാമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കാൻ. എന്നിട്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാൻ. പിന്നെ അതിന് ശേഷം ഈ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ചയായിട്ട് നമുക്ക് കഴിക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലും ഇതൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിയിട്ട് ആ ഗീയിൽ പിന്നെ പഞ്ചസാരയുടെ ഒന്നിച്ച് തന്നെ ഇതൊന്ന് വഴന്ന് വരുമ്പം പിന്നെ ആ മണമൊക്കെ പച്ച ചുവയൊക്കെ പോയിക്കോളും. ഇതായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഏലക്ക തന്നെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റിയെടുത്ത ആ ക്യാരറ്റ് തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗീ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ക്യാരറ്റും ഇത് മിക്സൊക്കെ മുട്ടയിൽ മിക്സ് ആകുന്നത് പോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിത് വെച്ചത്. ഇതുപോലെ ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഓവനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി പാൻ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. സാധാരണ ഞാനിങ്ങനെ ബേക്ക് ടിന്നിൽ ചെയ്യുമ്പോൾ താഴെ ഒരു ബട്ടർ പേപ്പർ വിരിക്കാറുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഞാനത് വിട്ടുപോയതായിരുന്നു. ഗീ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് തിരിച്ചിടുമ്പം പെട്ടെന്ന് ഇളകി വരുമല്ലോ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. വലിയ ഞാൻ പറഞ്ഞ വലിയ ഭംഗി കാണാനൊന്നും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഈ ക്യാരറ്റ് ബർഫിയും ഇതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലേ, ഹലുവ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.